കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ആഫ്രിക്കൻ മണ്ണില് കേരളത്തിന്റെ തനത് രുചികളും സുഗന്ധവ്യഞ്ജനങ്ങളും സംസ്കാരവും എല്ലാം കിട്ടുന്ന ഒരു ദിവസം. അതാണ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ കെനിയൻ ഫുഡ് ഫെസ്റ്റിവൽ. കെനിയയിലെ മലയാളികളും തമിഴൻസും നോർത്ത് ഇന്ത്യൻസും കെനിയൻസും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന കാത്തിരിക്കുന്ന മലയാളികളുടെ രുചി. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പാർട്ടിയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഞാനും മനസ്കയും ഒരു 11 മണിക്കൊക്കെയാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോഴത്തേന് എല്ലാ സ്റ്റാളും ഓപ്പൺ ആയിരുന്നു. പലവിധ സ്വീറ്റ്സും ബീഫും പൊറാട്ടയും ബിരിയാണിയും കപ്പയും മീനും തുടങ്ങി സുഗന്ധവ്യഞ്ജനങ്ങളും ഫ്രീ ഹെൽത്ത് ചെക്കപ്പും ഐ ചെക്കപ്പും പോരാത്തതിന് മെഹന്തി വരെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ചുറ്റും മൊത്തം മലയാളികളും അവരുടെ ചിരിയും വർത്താനങ്ങളും കൂടെ തമിഴൻസിന്റെ അനൗൺസ്മെന്റും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു നാടൻ വൈബായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റോളിലാണ് പോയത്. കിഴിപ്പൊറാട്ടയും ബീഫും പഴംപൊരിയൊക്കെ ആയിരുന്നു അവരുടെ സ്പെഷ്യല്. ഇഹാനാണെങ്കിൽ വലിയ പ്രതീക്ഷയിൽ ഫുഡ് എന്താന്ന് വന്നു നോക്കിയെങ്കിലും അവൻ പ്രതീക്ഷ ഒന്നും അല്ലാത്തോണ്ട് അപ്പൊ തന്നെ അവിടുന്ന് സ്ഥലം വിട്ട്. പിന്നെ അനീറ്റ അവനെയും കൊണ്ടുപോയി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചു കൊടുത്തപ്പോ മൂപ്പരാള് ഹാപ്പി. പിന്നെ അങ്ങോട്ട് ഫുൾ അറ്റാക്ക് ആയിരുന്നു. എല്ലാം കഴിച്ച് അങ്ങോട്ട് എത്തണ്ടേന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാത്തിന്നും കുറച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കുൽഫിയും അടിപൊളി പാലടപ്രഥമനൊക്കെ കുടിച്ചപ്പോഴാണ് എന്നാ പിന്നെ കുറച്ച് മുളക് ബജി ആയാലോ എന്നുള്ള ഐഡിയ വന്നത്. അയ്യോ എന്റെ പൊന്നെ, ഒടുക്കത്തെ എരിവായിരുന്നെങ്കിലും നമ്മുടെ കൊതി കൊണ്ട് എങ്ങനെയൊക്കെ അതങ്ങ് കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ പിള്ളേര് ഒരു കിടിലൻ ഫ്ലാഷ് മോബ് ഒക്കെ ആയിട്ട് പരിപാടി അങ്ങ് കളറാക്കി. നമ്മുടെ പിള്ളേരുടെ എനർജി കണ്ട് കൊച്ചു പിള്ളേർ വരെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ പാട്ടും അടിപൊളി ചെണ്ടകൊട്ടൊക്കെ ആയിട്ട് നൈസ് പരിപാടി. മധുരക്കള്ളിന് മധുരമല്ല പുളിപ്പാണെന്ന് മനസ്സിലാക്കിയത് ഇന്നാണത്രേ. അതുകൊണ്ട് തന്നെ വേടിക്കാൻ കാണിച്ച ആവേശമൊന്നും അത് ഫിനിഷ് ചെയ്യാൻ ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ കുറച്ച് ബിരിയാണിയും മീനച്ചാറും ചിക്കൻ 65ഉം കബാബും എല്ലാം മേടിച്ചോണ്ട് വീട്ടിലോട്ട് വിട്ടു. ഇനി നെക്സ്റ്റ് അംഗം വീട്ടില്. എല്ലാം കൂടെ ഒറ്റയടിക്ക് അടിച്ചു കയറ്റി പണി കിട്ടല്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ അപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയൊക്കെയുള്ളൂ ഗൈസ് കെനിയൻ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഫോളോ മീ. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.